ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ചക്ക വരട്ടാണ് കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട്. ഇപ്പോൾ സീസണൊക്കെ കഴിയാറായ സമയത്താണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ചക്ക മൂത്തത് കിട്ടാൻ തുടങ്ങിയത് കേട്ടോ. അവസാന സമയത്താണ് ചക്കയൊക്കെ മൂത്തത്. അപ്പോൾ ആ സമയത്ത് കിട്ടിയ ചക്ക വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചതാണ്. വളരെ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട, വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അധികം അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഞാൻ വേറെയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം വെച്ച ചക്ക വെച്ചിട്ട് ഒരു വലിയൊരു അളവിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ഒരു വർഷം മുഴുവൻ നമുക്ക് വർഷം കഴിയുന്നവരെ കേടുവരാതെ പുറത്ത് തന്നെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് വരട്ടിയെടുക്കുന്നത്, നമ്മളുടെ പിന്നെ പരമ്പരാഗതമായ രീതിയിൽ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 5 ചക്കയുടെ ചുളയാണ് കേട്ടോ. അത് എല്ലാം കുരു കളഞ്ഞിട്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞെടുക്കാം, കാരണം നമ്മളിത് കുക്കറിൽ വേവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചകിനൊക്കെ കളയുക, കുരു കളയുക, എന്നിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയല്ലേ ഇത്. അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നിറച്ചും ഈ ചക്കച്ചുള അരിഞ്ഞത് ഇടുക കേട്ടോ. ഇതിൽ കൊള്ളാവുന്ന അത്ര ഇടുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിറച്ചും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുത്തി നിറയ്ക്കരുത് കേട്ടോ. ഇനി വെയിറ്റ് ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ചുളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ വെള്ളം ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ചക്കച്ചുളയിൽ തന്നെ നല്ല വെള്ളമുള്ളത് കാരണം അതിൻ്റെ ആ വെള്ളം ഞാൻ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചക്കച്ചുളയൊക്കെ ആ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം വന്നിട്ട് ഇതിങ്ങനെ നമുക്ക് വരട്ടിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ആ വെന്ത വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതേപോലെ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇതുപോലെ ചെയ്തായിരുന്നു, മിക്സിയിൽ അടിച്ചായിരുന്നില്ല. ഇത് വളരെ ഈസി കേട്ടോ. മറ്റേത് ഓരോ ഇതും തണുത്തതിൻ്റെ ശേഷമൊക്കെയാണ് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചൂല് കൊണ്ട്, ചൂലെന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് ഉണ്ടാക്കിയ ചൂലാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ഉപയോഗത്തിന് എടുക്കുന്നതല്ല. ഇതിന് വേണ്ടിയിട്ട് പുതിയ ഈർക്കലി എടുത്തിട്ട് ഉണ്ടാക്കുന്ന ചൂലാണ് കേട്ടോ. ഇതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ കൂടുതലുള്ള നാരൊക്കെ ഈ ചൂലിൻ്റെ മീതെ പറ്റി പിടിക്കും, അതെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ളതൊക്കെ അതുപോലെ ചെയ്യുക, വേവിച്ചിട്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വേവിച്ചിട്ട് ഇങ്ങനെ അടിക്കണത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതുപോലെ ചെയ്ത് വെക്കുകയാണ്. ഇനി ശർക്കര ഉരുക്കിയെടുക്കണം. ഒരു 20-22 അച്ച്. അത് ഇതിൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കര ഉരുക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് പുതിയ ഈർക്കലിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ മിക്സിയിൽ അടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാൻ ആ പണ്ട് കാലത്തൊക്കെ ചെയ്ത ആ രീതി ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഒരു 20-21 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള വലിയ അച്ച് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഞാൻ ഇട്ടിരിക്കുന്നത് ആ ചക്ക വേവിച്ച ബാക്കിയുള്ള വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ ശർക്കര എടുക്കുന്നത് എപ്പോഴും ചക്കയുടെ മധുരത്തിനനുസരിച്ചാണ്. നല്ല മധുരമുള്ള ചക്കയൊക്കെ ആണെങ്കിൽ ഒരു 10-18 അച്ച് ശർക്കരയൊക്കെ ധാരാളമായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഒരു നോർമൽ മധുരമുള്ള ചക്കയാണ്, അതിനനുസരിച്ചാണ് ശർക്കര എടുത്തത് കേട്ടോ. ചക്ക വേവിച്ച വെള്ളം കുറച്ചും കൂടിയും ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ ശർക്കരയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. മുഴുവൻ ചക്ക വേവിച്ച വെള്ളത്തിലാണ് ശർക്കര ഉരുക്കുന്നത് കേട്ടോ. അപ്പോൾ ചക്ക മുഴുവൻ വേവിച്ചതിന് ശേഷം ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഈ ശർക്കര പാവ് കാച്ചുന്നത്, അതായത് നമ്മൾ ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ഉരുളിയാണ് കേട്ടോ, കാരണം ഒരു 5 ചക്ക വരട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സമയം. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. ഈ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർത്തതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് കുറുകി വന്നതിൻ്റെ ശേഷം മാത്രം ഈ ചക്ക ഉടച്ചത് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറുകി വരട്ടെ. നന്നായിട്ട് തീ കത്തിക്കുക കേട്ടോ. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതാ നമ്മൾ ഉടച്ചു വെച്ച ചക്ക ഇത് അവിടെ റെഡി ആയിരിക്കണം. ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചേ തോന്നുള്ളൂ, പക്ഷേ വലിയ പാത്രത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ വലിയ 2 പാത്രത്തിൽ ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 ദിവസമായിട്ടാണ് ഇത് വരട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസത്തെ വരട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ശർക്കരപ്പാനി. ആ സമയത്ത് നമ്മളിതിലേക്ക് ചക്ക ഉടച്ചതും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചായിരുന്നില്ലേ, വലിയ ചട്ടുക ഉപയോഗിച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുക. അതിൽ കുറച്ച് ഇതിൽ വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. ആ ശർക്കര ഈ ചക്കയിലേക്ക് നന്നായിട്ട് യോജിച്ച് വരട്ടിയെടുക്കണം ഇത്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്ന വരെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ചക്ക വരട്ടുമ്പോൾ നന്നായിട്ട് തെറിക്കും. നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിച്ചാൽ ശരിക്കും പൊള്ളിപ്പോവും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്. ചെറിയൊരളവിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ഒക്കെ മീതെ ചെയ്യുകയാണെങ്കിൽ കൈ പൊള്ളി പോകുന്നില്ല കേട്ടോ, അത്ര പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നല്ല പണി തന്നെയാണ്. അപ്പോൾ എന്നെ സഹായിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്, 2-3 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ഇത്രയും അധികം വലിയ അളവിൽ ചെയ്യാൻ പറ്റിയത്. ഇതിങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചത് ഇങ്ങനെ നമ്മളൊരു കയ്യിലുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ അതിങ്ങനെ പറ്റി പിടിച്ചിട്ട് അത് ആ വരട്ടുന്ന അതിലേക്ക് ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് വേറെ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ ആയി പോവും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇതേപോലെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഇത് മുഴുവൻ കേടാകാതിരിക്കും. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം, ഇലയട ഉണ്ടാക്കാം, എന്ത് സംഭവം വേണമെങ്കിൽ ഉണ്ടാക്കാം. നല്ല സൂപ്പറാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കാതെ ഇതുപോലെ വരട്ടി വെക്കുകയാണെങ്കിൽ അവർക്ക് ഇത് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഓരോ സ്പൂണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിനും നല്ലതാണ്, മധുരമായി, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ അതങ്ങനെ കട്ടിയായി വന്ന് തുടങ്ങിയിട്ടോ. അപ്പോൾ അതിന് സൈഡിൽ നിന്നൊക്കെ ഒരു പാളാക്ക് എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പാള മുറിച്ചിട്ട് എടുക്കുന്നില്ല, അതിന് ഞങ്ങളൊക്കെ പാളാക്കുക എന്നാണ് പറയുക. നിങ്ങളൊക്കെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ അതിങ്ങനെ പാളാക്ക് കൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിങ്ങനെ തെറിക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ, അങ്ങനെ പുറത്തേക്കൊക്കെ കണ്ടില്ലേ മൊത്തം തെറിച്ചിരിക്കുന്നു. അങ്ങനെ തെറിക്കുന്നത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വലിയ ചട്ടുകല്ലേ അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇതേപോലെ ചെറിയ ഒരു മരത്തിൻ്റെ കയ്യിലാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കയ്യിൽ കുറച്ച് നീളത്തിലുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു മരത്തിൻ്റെ കയ്യിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിങ്ങനെ വരട്ടിയെടുക്കണം. നല്ല ചൂടുണ്ട് സംഭവം, കയ്യിലേക്കൊക്കെ ചൂടെടുക്കും. ഇപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഇതിങ്ങനെ വരണ്ട് വരുന്ന സമയത്ത് ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നെയ്യൊന്നും നമ്മൾ മുന്നേ അതായത് പണ്ട് കാലത്തൊന്നും അധികം നെയ്യൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂൺ മാക്സിമം ഒഴിക്കുള്ളൂ കേട്ടോ, അതിൽ കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയധികം ഇതിപ്പോൾ ഒരു 5 ചക്കടയെങ്കിലും ഉണ്ടായിരിക്കും ഇതിൻ്റെ എന്താ പറയുക ചക്ക വരട്ടുന്നത്. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും വരട്ടിയെടുക്കുക. കാരണം അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെള്ളം ഇങ്ങനെ വറ്റി വരികയല്ലേ, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാനും എന്നെക്കൊണ്ട് സാധിക്കുന്ന അത്ര പരമാവധി ഇളക്കാനൊക്കെ കൂടുന്നുണ്ട്, മാറി മാറി ചെയ്യാണ്. അപ്പോൾ ആ സംഭവം ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി ഒന്ന് വറ്റാണ്ട്. അപ്പോൾ ഇനി അധികം തീ കത്തിക്കരുത്, അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. തീയൊന്ന് കുറച്ചിട്ട് നമ്മൾ സാവധാനത്തിൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി, പാകമായിരിക്കണം. ഇതിനി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിക്കായിരിക്കും. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. നമ്മൾ ഇതേപോലത്തെ ചക്കവരട്ടിയിൽ നമ്മളിങ്ങനെ നെയ്യ് തെളിയണം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിന് മാത്രമുള്ള നെയ്യൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. അപ്പോൾ കുറേ വെള്ളം വറ്റിക്കണം, മാക്സിമം വെള്ളം വറ്റിക്കണം. വെള്ളത്തിൻ്റെ ആ ഒരു നനവ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നനവ് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അത് പൂപ്പൽ വരും, ഫംഗസ് വരും, പിന്നെ അത് കേടുവരും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഫ്രിഡ്ജിൽ ഇതേപോലെ ഡബ്ബകളിലാക്കിയിട്ട് സൂക്ഷിച്ചാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ വരട്ടിയിൽ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വെള്ളം നനവുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഫംഗസിൻ്റെ പ്രശ്നമൊന്നും വരില്ല. അല്ല നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും നനവൊന്നും ഉണ്ടാവാൻ പാടില്ല, കംപ്ലീറ്റ് അതിലത്തെ ജലാംശം വറ്റിപ്പോണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി തൽക്കാലം ഞാനിപ്പോൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ പാത്രത്തിൽ അടിയിൽ കാണുന്നത് ആദ്യം ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ മീതെ പഞ്ചസാര വിതറിയതാണ് കേട്ടോ. പാത്രത്തിലാക്കിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒന്ന് ഇതിൻ്റെ മീതെ പുരട്ടിയിട്ട് കുറച്ച് പഞ്ചസാര വിതറുക. ഇങ്ങനെ ആകുമ്പോൾ കുറേ കാലം കേടുവരാതിരിക്കുന്നതാണ് പണ്ട് കാലത്തുള്ളവർ പറഞ്ഞിരുന്നത്. നന്നായിട്ട് തണുക്കണം കേട്ടോ. ഇതുപോലെ അടച്ച് വെക്കുക കേട്ടോ. നല്ലൊരു കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രത്തിലാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ ഞാനിത് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ചാക്കി വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഇതൊക്കെയാണ് സംഭവം. ഇതിങ്ങനെ ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയത് ഇത് പലർക്കും കൊടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കുറേ കാലം ഇത് പുറത്ത് തന്നെ വെക്കാം, കേടുവരൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് വേറൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്